ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിഡിലൻ ഫഡ്ജി ബ്രൗണി ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യം തന്നെ ഒരു 1.5 ടീസ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരുപാട് ഡാർക്ക് ചോക്ലേറ്റും കൂടി ആ സെയിം പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഡബിൾ ബോയ് മെത്തേഡിലാണ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു പാത്രം എടുക്കാം, അതിൽ വെള്ളം നിറച്ച് ചൂടാക്കിയതിന് ശേഷം അതിന്റെ മേലെ ഈ പാത്രം വെച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിനാണ് ഡബിൾ ബോയ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് മെൽറ്റ് ആയി വരുമ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രം എടുത്ത് നന്നായിട്ട് തുടയ്ക്കുക. അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചു വയ്ക്കുക കേട്ടോ ഗൈസ്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം പൊട്ടിച്ചു വയ്ക്കാനായിട്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ബീറ്റർ യൂസ് ചെയ്യരുത്. വിസ്കോ ഫോർക്കോ യൂസ് ചെയ്ത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്നാൽ മതി കേട്ടോ. ഓവറായിട്ട് പതയണ്ട, ചെറുതായിട്ടൊന്ന് പത വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഒരു പിഞ്ച് സോഡാപ്പൊടിയും 1/2 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. കോഫി പൗഡർ ആണ് ഇതിലെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കുമ്പോൾ കോഫി പൗഡർ ഇടാം, എന്നാലാണ് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പൊ അത്യാവശ്യം ചെറിയ ലൂസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡബിൾ ബോയ് മെത്തേഡിൽ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റും ബട്ടറും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല ചോക്ലേറ്റിന്റെ മണം ഇങ്ങനെ വരും കേട്ടോ ഗൈസ്. ഇനി അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കുറച്ചായിട്ട് 1/2 കപ്പ് ആദ്യം ഇട്ടിട്ട് പിന്നെ 1/2 കപ്പ് ഇട്ടു. അങ്ങനെയാണ് മൈദ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കുത്തി ഇളക്കരുത്, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ കിഡിലനായിട്ടുള്ള കൺസിസ്റ്റൻസി എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ ബ്രൗണിയുടെ ഒരു ലൂസ് അല്ല, കുറച്ചിങ്ങനെ കട്ടിയായിട്ടാണ് ഈ സംഭവം ഇരിക്കാട്ടോ. ഇനി ഞാനിവിടെ ബ്രൗണിക്ക് വേണ്ടിയുള്ള ട്രേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ടർ പേപ്പർ ഒക്കെ വെച്ചതിന് ശേഷം. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാട്ടോ. ബാറ്ററിന്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു കട്ടിയല്ല, നല്ലൊരു ലൂസ് അല്ല, അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ആയിട്ട് വരും കേട്ടോ ഗൈസ്. ഇനി ബാറ്റർ ഫുള്ളായിട്ട് നമ്മുടെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ. ട്രേ വന്നിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചിങ്ങനെ കടിക്കാൻ കിട്ടാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റ്സ്, ഡാർക്ക് ചോക്ലേറ്റ്സോ ഡെയറി മിൽക്കോ എന്ത് വേണമെങ്കിലും വെക്കാം. ഡെയറി മിൽക്ക് ആകുമ്പോൾ കൂടുതലും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓവൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മറ്റേ ഓൺ യൂസ് ചെയ്യാം. ഞാടെ ചെമ്പിലാണ് ഉണ്ടാകുന്നത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ചെമ്പ്. അങ്ങനെ ചോക്ലേറ്റ് ഇതുപോലെ മുക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം ചോക്ലേറ്റ് ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഡെയറി മിൽക്ക് ഒക്കെ ഇട്ടാൽ കിഡിലൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇങ്ങനെ കുറച്ച് ഇട്ടു. അതിന്റെ ഡിസൈൻ ആയിട്ട് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോ വെന്ത് കഴിയുമ്പോൾ ചോക്കോ ചിപ്സ് അടിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താവും എന്തോ. ഇനി നമുക്കിത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച് നമ്മുടെ ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ ഗൈസ്. അപ്പൊ ഒരു 30 to 40 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി വെക്കാം കേട്ടോ ഗൈസ്, സിമ്മിലിട്ട് തന്നെ. അങ്ങനെ ഏകദേശം ചില സമയത്ത് 50 മിനിറ്റ് വരാറുണ്ട്. ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 20 മിനിറ്റ് കൂടി വെച്ചപ്പോ സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിഡിലൻ ഫഡ്ജി ബ്രൗണി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്യണം. ഡീമോൾഡ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ ഞാൻ സത്യത്തിൽ മറന്നുപോയി. എല്ലാവരും എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്ക്, കിഡിലൻ ടേസ്റ്റ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.